ചില വർക്കുകൾ നമുക്ക് വളരെ മെമ്മറബിൾ ആയിരിക്കുമല്ലോ അല്ലേ. അതുപോലൊരു വർക്കായിരുന്നു ഈ വർക്ക്. ഇന്നത്തെ യാത്ര എനിക്ക് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിലെ പഴയ പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത്രയും ലോങ് ട്രാവൽ ഒറ്റയ്ക്ക് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് തിരൂരിൽ നിന്ന് ട്രെയിൻ കയറി കോട്ടയം വന്നിറങ്ങി. കോട്ടയത്തു നിന്ന് കുമളി ബസ്സിൽ അങ്ങനെ യാത്ര തിരിച്ച് രാത്രി എത്തി. ഈ വരുന്നതാണ് നമ്മുടെ ബ്രൈഡ് നീതു. ഓക്കെ, അവളുടെ എൻഗേജ്മെൻ്റാണ് നമുക്ക് ചെയ്യാനുള്ളത്. രാത്രി നമുക്ക് എല്ലും കപ്പയും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, അവിടുത്തെ സ്പെഷ്യലാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ റെസ്റ്റ് എടുത്ത് പിറ്റേന്ന് മോർണിംഗ് നീതു എത്തി. നീതുവിനൊരു നോൺ ഓർണമെൻ്റൽ ബ്രൈഡാണ് നീതു. അതായത് അവരുടെ കാസ്റ്റിൽ ഒരിക്കലും ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മേക്കപ്പും വളരെ മിനിമലായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ആൾ ടെൻഷനായിരുന്നു, ഇതൊക്കെ ചെയ്താൽ ഓവറാവോ എന്നുള്ളത്. ഒരു മിനിമൽ ലുക്കിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തു. ഒന്നാമത് ഓർണമെൻറ്റ്സ് ഇല്ല, അപ്പോൾ കുറച്ചെങ്കിലും ഒരു ലുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് ലുക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഔട്ട്ഫിറ്റ് അവൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇനി വെഡ്ഡിങ് ഡേയുടെ അന്നത്തതും അവൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ആളൊരു ഡിസൈനറും കൂടിയാണ് കേട്ടോ, ബൈ പ്രൊഫഷൻ ടീച്ചറാണെങ്കിലും. പിന്നെ നമ്മൾ മെമ്മറബിൾ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ആ സ്ഥലം, പിന്നെ അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ ഒരിക്കലും ഒരു വർക്കിന് വന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടേ ഇല്ല. അവരുടെ വീട്ടുകാരാണെങ്കിലും ഓരോരുത്തരും നമ്മൾ എടുത്തു പറയുന്നില്ല, അവരുടെ വീട്ടുകാരാണെങ്കിലും ഈവൻ നൈബേഴ്സ് ആണെങ്കിലും. അപ്പം ഒരു നൈബർ വീട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അങ്കിൾ ആൻറ്റി, അവിടുത്തെ ചേച്ചിമാർ ചേട്ടന്മാർ ഒക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്തു. ഇത്രയും ലോങ് നമ്മൾ പോയി എന്നുള്ള ഒരു പ്രോബ്ലം നമുക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്തില്ല. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് എന്തോ ഒരു കണക്റ്റ് ആയ പോലെ തോന്നിയിട്ടുണ്ട്. ഇത്രയും നല്ല മനുഷ്യന്മാരെ കാണാൻ പറ്റി, നല്ല സ്ഥലം കാണാൻ പറ്റി എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ട് വെഡ്ഡിങ് ഡേയുടെ അന്ന് കാണാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.